ഹലോ നമസ്കാരം. ഇത് നിങ്ങൾക്കുള്ള ഒരു 3 കാർഡ് ടൈംലെസ് ടാറോ ഗൈഡൻസ് ആണ്. അപ്പോൾ നമുക്ക് കാണുന്നത് ഈ അൺനോൺ കാർഡ് എന്ന് പറയുന്നത് ഈ ഒരു ഡെക്കിൽ എക്സ്ട്രാ കാർഡ് 79ാമത്തെ കാർഡാണ്. അപ്പോൾ അത് ഒരു സംതിങ് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ട്. ഒരു അവസാനമാണ് ഞാൻ കാണുന്നത്. ഓക്കെ ആ ഒരു അവസാനം അത് സംഭവിക്കാനായിട്ട് നിങ്ങളോട് അനുവദിക്കാൻ പറയുന്നു. നിങ്ങൾ ആ ഒരു അവസാനം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അത് സംഭവിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അത് അവസാനിക്കാതിരിക്കാനായിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചില പ്രയത്നങ്ങൾ ഉണ്ടാകുന്നതായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു അവസാനത്തിന് എന്തൊരു കാര്യമാണ് അവസാനിക്കുന്നത് അതിനെ ഭയപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ അപ്പൊ നിങ്ങളോട് പറയുന്നത് ആ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്ന ചില സൈൻസ് ചില എന്താ പറയണ്ടേ സിമ്പിൾസ് അല്ലെങ്കിൽ സിങ്ക്രണസിറ്റീസ് ഉണ്ട്. അതിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഈ കാര്യം അവസാനിക്കുന്നത് കൊണ്ട് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റ് എന്ന് നിങ്ങൾ ചിന്തിക്കാനായിട്ട് പറയുന്നത് അല്ലെങ്കിൽ അതിനെ ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. കാരണം ആ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ ഈ ഒരു അവസാനം കൊണ്ട് ഈ എന്താണോ അവസാനിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ ആ ഒരു എന്താ പറയുക ചെറിയതായിട്ടുള്ള ആ ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെയാണ് കാണാൻ സാധിക്കുക. പറഞ്ഞ പോലെ ചില ഏഞ്ചൽ നമ്പേഴ്സിലൂടെ അല്ലെങ്കിൽ ചില സയൻസിലൂടെ യൂണിവേഴ്സ് കൃത്യമായി നിങ്ങൾ അറിയിക്കും. ഓക്കെ അത് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അതിൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു മാറ്റത്തിനെ അംഗീകരിക്കാനും അതിനെ നിങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കാനും നിങ്ങൾക്ക് സാധിക്കാം. അത് നിങ്ങൾ അങ്ങനെ ആയിരിക്കണം എന്നാണ് യൂണിവേഴ്സ് ആക്ച്വലി പറയുന്നത്. ഓക്കെ അത് ഒരു കാരണവശാലും എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിച്ചു പോകുന്നത് അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുതെന്ന് പറയുന്നു. കാരണം ആ ഒരു കാര്യം അവസാനിക്കുന്നതിലൂടെ നമുക്ക് അണ്ടർലൈങ് എനർജി കണ്ടു, വീൽ ഓഫ് ഫോർച്യൂൺ ആണ്, ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് ആണ് വരുന്നത്. പക്ഷെ അത് എങ്ങനെ വരുന്നു, ഏത് രീതിയിൽ വരുന്നു, ഇതെല്ലാം ഇപ്പോൾ ഹിഡൻ ആണ്. കാരണം അൺനോൺ കാർഡ് കിട്ടിക്കണം. എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ല. യൂണിവേഴ്സ് പറയുന്നത് ധൈര്യത്തോടെ ഇരിക്കുക, ആ ഒരു മാറ്റം എന്താണോ അവസാനിക്കുന്നത് അതിനെ അനുവദിക്കുക, അവസാനിക്കാനായിട്ട് അനുവദിക്കുക, അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കാതിരിക്കുക. അതോടൊപ്പം യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരുന്ന സയൻസ്, നിങ്ങൾക്ക് തരുന്ന സന്ദേശങ്ങൾ അത് കൃത്യമായി ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എക്സ്പേർട്ടുകളുടെ അഡ്വൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഈ ഒരു നമ്പറിനോട് എന്താ ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാവണില്ല, അല്ലെങ്കിൽ ഇങ്ങനെ സയൻസ് ആണ് കിട്ടിയത് എനിക്ക് എന്താണെന്ന് മനസ്സിലാവണില്ല. അപ്പൊ അതിൽ ഒരു അത്യാവശ്യം എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് കൺസൾട്ട് ചെയ്യാം, അത് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ നിങ്ങളോട് പറയുന്നത് ആ ഒരു അവസാനത്തിന് എന്താണോ അവസാനിക്കുന്നത് അത് നടന്നു പോകട്ടെ, അതിനെ നിങ്ങൾ അനുവദിക്കണം. ഓക്കെ ഒരു കാരണവശാലും അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത് എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് എടുത്തെടുത്ത് പറയുന്നത്. യൂണിവേഴ്സിൽ വിശ്വസിക്കുക. ഓക്കെ